റിപ്പോർട്ടർ ബ്രേക്കിംഗ്. പാർട്ടി സർക്കാർ ഏകോപനത്തിന് സമിതിയെ നിശ്ചയിക്കാതെ കോൺഗ്രസ്. ഇതോടെ നയപരമായ തീരുമാനങ്ങളെടുക്കാൻ സർക്കാരിന് കഴിയുന്നില്ല. സമിതിയെ നിശ്ചയിക്കാൻ KPCC നേതൃത്വം തീരുമാനിച്ചിരുന്നു. മുഖ്യമന്ത്രി കൂടിയാലോചനകൾ നടത്തുന്നില്ല എന്നും മന്ത്രിസഭയിൽ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടു എന്നുമാണ് വിമർശനം. ഹെലികോപ്റ്റർ വിവാദത്തിൽ മുഖ്യമന്ത്രിക്ക് പ്രതിരോധം തീർക്കാൻ മന്ത്രിമാർ തയ്യാറായിട്ടില്ല. മന്ത്രിമാരായ K മുരളീധരൻ, CP ജോൺ എന്നിവർ മാത്രമാണ് മുഖ്യമന്ത്രിയെ പിന്തുണച്ചത്. റോഷിപാൽ വിവരങ്ങൾ നൽകും. റോഷി, തെരഞ്ഞെടുപ്പിന് മുൻപ് ടീം UDF എന്ന് ആവർത്തിച്ചൊരു 100 തവണയെങ്കിലും VD സതീശന്റെ വാക്കുകളിലൂടെ നമ്മൾ കേട്ടിട്ടുണ്ട്. ടീം UDFന്റെ വിജയമാണ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ ടീം UDF എന്നല്ല, ഒരു ടീം പോലും ഇല്ലാത്തൊരവസ്ഥയാണ്. KPCCക്ക് ഒരു പേരിനൊരു പ്രസിഡന്റ് മാത്രമേ ഉള്ളൂ. KPCC ഓഫീസിൽ പോലും വരാൻ സമയമില്ല. വൈദ്യുതി മന്ത്രിയാണ്. മന്ത്രിമാർ ഓരോരുത്തരും എന്തൊക്കെ പറയുന്നു, എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് ആർക്കും യാതൊരു തരത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല. ഒരു ഏകോപനവും ഇല്ല. ഇതൊക്കെ എങ്ങനെ പരിഹരിക്കും? ഈ ഒരു സമിതിയെ പോലെ നിശ്ചയിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് റോഷി? ഷിഹാസ്, KPCC യോഗമെടുത്ത തീരുമാനം പാർട്ടിയും സർക്കാരിനെ ഏകോപിപ്പിക്കാൻ ഒരു സമിതിയെ നിശ്ചയിക്കുമെന്നാണ്. മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ഉൾപ്പെടുത്തിയിട്ടുള്ള സമിതിയാണ് ആലോചിച്ചത്. പക്ഷേ ഇതുവരെ ആ സമിതിയെ നിശ്ചയിക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആ ഒറ്റ കാരണം കൊണ്ട് നിർണായകമായ നയപരിപാടികൾ തീരുമാനിക്കുന്നതിന് പോലും സർക്കാരിന് കഴിയുന്നില്ല. മാത്രവുമല്ല, PMC അടക്കമുള്ള പല വിഷയങ്ങളിലും തീരുമാനമെടുക്കുമ്പോൾ പാർട്ടിക്കകത്ത് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയർന്നതിന്റെ കാരണവും ഇങ്ങനെ ഒരു ഏകോപനം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. നേരത്തെ KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗം ഉൾപ്പെടെ മറ്റു സംസ്ഥാനങ്ങളിൽ PMC കൊണ്ട് ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല. പക്ഷേ നേട്ടമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് UDF സർക്കാർ PMCയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് എന്നാണ് മറ്റൊരു കാര്യം. അങ്ങനെയുള്ള വിഷയങ്ങൾ വരുന്നത്, പരസ്യമായ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുന്നതിന്റെ പ്രധാന കാരണമായി നേതാക്കൾ വിലയിരുത്തുന്നു. ഏകോപനത്തിന് നേതാക്കളില്ല, ഒരു സമിതിയില്ല എന്നത് തന്നെയാണ്. മാത്രവുമല്ല, പുനഃസംഘടന വൈകുന്നു. അതിനിടയിൽ മന്ത്രിസഭയിൽ പോലും കൂട്ടുത്തരവാദിത്തം ഉണ്ടാകുന്നില്ല എന്ന വിമർശനം ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. കാരണം മുഖ്യമന്ത്രിക്ക് എതിരെ പ്രതിപക്ഷം ആരോപണം ഘടിപ്പിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഹെലികോപ്റ്റർ യാത്രാ വിവാദം ആളിക്കെത്തുമ്പോൾ അതിൽ മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കാൻ പോലും മന്ത്രിമാർ തയ്യാറാകുന്നില്ല, നേതാക്കൾ തയ്യാറാകുന്നില്ല എന്ന ആരോപണവും പരാതിയും ഒക്കെ ഉയരുന്നുണ്ട്. കാരണം 2 മന്ത്രിമാർ മാത്രമാണ്, CP ജോണും ഒപ്പം K മുരളീധരനും മാത്രമാണ് മുഖ്യമന്ത്രിക്ക് പ്രതിരോധം തീർത്തിരിക്കുന്നത്. മറ്റു മന്ത്രിമാരൊന്നും ഈ കാര്യത്തിൽ ഒരു പ്രതികരണത്തിന് പോലും തയ്യാറാകുന്നില്ല എന്നതാണ് വിമർശനമായി വരുന്നത്. മാത്രവുമല്ല, മുഖ്യമന്ത്രി ആകട്ടെ ഒരു വിഷയവും മന്ത്രിമാരുമായി ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല, നേതാക്കളുമായി ആലോചന നടത്തുന്നില്ല എന്ന പരാതിയുമുണ്ട്. പല വിഷയങ്ങളിലും പാർട്ടി പ്രതിരോധത്തിലാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ചർച്ചയില്ലാതെ സർക്കാർ തീരുമാനമെടുക്കുന്നത് കൊണ്ടാണെന്ന വിമർശനവും ഒരു ഭാഗത്ത് ഉയരുന്നു. ഏതായാലും ഒരു തരത്തിലും ഒരു ഏകോപനം പാർട്ടിയിലും സർക്കാരിലും ഉണ്ടാകുന്നില്ല എന്നാണ് വിമർശനം. അതിൻ്റെയൊക്കെ കാരണമായി ചൂണ്ടിക്കാട്ടുന്നതും സമിതിയില്ലാത്തത്, KPCCയുടെ പുനഃസംഘടന നടക്കാത്തതുമൊക്കെയാണ്. ഏതായാലും KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഏറെ വൈകാതെ തുടങ്ങുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോഴും നേതാക്കൾ പങ്കുവെക്കുന്നത്. മന്ത്രിമാരായതോടെ നേതാക്കൾ പുനഃസംഘടനാ ചർച്ചകൾ അവസാനിപ്പിച്ചു എന്ന പരാതികളൊക്കെ 2ാം നിരയുള്ള നേതാക്കൾ ഉയർത്തുന്നുണ്ട്. ഷിഹാസ്, ശരിയാർ റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. അധികാരമേറ്റ് VD സതീശൻ സർക്കാർ 3 മാസം മാത്രം പിന്നിട്ടതേയുള്ളൂ. അപ്പോഴാണ് പാർട്ടിക്കുള്ളിലും മുന്നണിക്കുള്ളിലും സർക്കാരിനെതിരെയുമൊക്കെ ഇത്രയും വലിയ പരാതികൾ പാർട്ടിക്കാർ തന്നെ പറഞ്ഞുകൊണ്ട്